ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആകാശത്ത് വരിവരിയായി പറക്കുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ? ഏറെ ദൂരെ സഞ്ചരിക്കുന്ന പക്ഷികൾ അങ്ങനെ വി ആകൃതിയിൽ വരിവരിയായി പറക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. എന്നാൽ ആ സൗന്ദര്യത്തിന് പിന്നിൽ വലിയൊരു സത്യവും ത്യാഗവും ഒളിഞ്ഞിരിപ്പുണ്ട്. മനുഷ്യന്റെ കാഴ്ചയിൽ അത് വളരെ മനോഹരമെങ്കിലും പക്ഷികളെ സംബന്ധിച്ച് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. വായുവിനെ അതിജീവിച്ച് പറക്കൽ എളുപ്പമാക്കാനാണ് ഒരു പക്ഷി മുന്നിൽ നിന്ന് അവയുടെ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. മുന്നിൽ പറക്കുന്ന പക്ഷിക്ക് മറ്റു പക്ഷികളെക്കാൾ വലിയൊരു ഭാരമാണ് ഈ യാത്രകളിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. കാറ്റിന്റെ ആഘാതവും വായുവിന്റെ പ്രതിരോധവും അപ്രതീക്ഷിതമായി വരുന്ന അപകടങ്ങളും ഇതെല്ലാം ആദ്യം നേരിടേണ്ടി വരുന്നത് മുന്നിലുള്ള പക്ഷിക്കാണ്. പലപ്പോഴും മുന്നിൽ പറക്കുന്ന പക്ഷിയുടെ ജീവൻ തന്നെ നഷ്ടമാകാൻ ഈ പ്രതിസന്ധികൾ കാരണമായേക്കും. പക്ഷേ ഇങ്ങനെ മുന്നിൽ പറക്കാൻ ഒരു പക്ഷിയുള്ളത് കൊണ്ടാണ് പിന്നാലെ പറക്കുന്നവ ആ പക്ഷിയെ അനുഗമിച്ച് സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. പക്ഷികളുടെ പറക്കൽ വലിയൊരു പാഠം നമ്മെ പഠിപ്പിക്കുന്നു. മുന്നേ പറക്കാൻ ചിലർ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് സുരക്ഷിത സ്ഥാനങ്ങളിൽ നാം എത്തിയിരിക്കുന്നതെന്ന സത്യം. ഇന്നെല്ലാം സുഖസൗകര്യങ്ങളോടും കൂടി ജീവിക്കുമ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് മുൻപേ ഏറെ കഷ്ടതകൾ അനുഭവിച്ച് നമുക്ക് വഴികാട്ടിയായി മാറിയ അനേകം പേർ ജീവിതത്തിലുണ്ടാകും. ഇന്ന് ഏതെങ്കിലുമൊക്കെ സ്ഥാനത്തായിരിക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ നല്ല ജോലിയിൽ പ്രവേശിക്കുമ്പോൾ, ബാങ്ക് ബാലൻസ് വർദ്ധിച്ചു വരുമ്പോഴൊക്കെ നമുക്ക് മുന്നേ പറന്നവരെ മറന്നു കളയരുത്. അവരുടെ കൂടെ അധ്വാനത്തിന്റെ ഫലമാണ് നാം അനുഭവിക്കുന്നതെന്ന് മറക്കാതിരിക്കുക. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽക്കാരെ കനാൻ നാട്ടിലേക്ക് മുന്നിൽ നിന്ന് വഴി നടത്തിയ മോശ കനാൻ നാടെത്തുന്നതിന് മുമ്പ് തന്റെ മരണത്തിനു മുൻപായി തന്റെ പിന്നിലുള്ള ജനത്തോട് പറയുന്നത് ഏറെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർക്കുവിൻ, തലമുറകളിലൂടെ കടന്നുപോയ വർഷങ്ങൾ അനുസ്മരിക്കുവിൻ. പിതാക്കന്മാരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പ്രായം ചെയ്യുന്നവരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് വിവരിച്ചു തരും. ആവർത്തന പുസ്തകം 32:7. വന്ന വഴി മറക്കാതിരിക്കുക, വഴി നടത്തിയവരെയും. മുന്നേ പറക്കുന്ന ചാവുപക്ഷികളെ പോലെ പ്രതിസന്ധികളെ വകവയ്ക്കാതെ ധൈര്യസമേതം നമ്മെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ കഠിനമായി പരിശ്രമിച്ചവർക്കുള്ള ആദരവ് കൊടുക്കാൻ നാം എന്നും കടപ്പെട്ടവരാണെന്നത് മറക്കാതിരിക്കുക. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിറയുന്നു എൻ മനം, സ്തോത്രസ്വരം ഉയരുന്നു എന്നിൽ നിന്നും. നന്ദിയാൽ നിറയുന്നു എൻ മനം, സ്തോത്രസ്വരം ഉയരുന്നു എന്നിൽ നിന്നും. നീ ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ സന്തോഷത്താൽ മനം പാടിടുന്നു. നീ ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ സന്തോഷത്താൽ മനം പാടിടുന്നു. നന്ദിയാൽ നിറയുന്നു എൻ മനം, സ്തോത്രസ്വരം ഉയരുന്നു എന്നിൽ നിന്നും. നന്ദിയാൽ നിറയുന്നു എൻ മനം, സ്തോത്രസ്വരം ഉയരുന്നു എന്നിൽ നിന്നും.